എത്ര രസമല്ലേ, ഒന്ന് നോക്കിക്കേ. എൻ്റെ പിന്നിൽ കാണുന്ന ഈ മാവില്ലേ നിറച്ച് പൂത്ത് കായ്ച്ച് നിൽക്കുക. നിറച്ച് വലിയ മാങ്ങയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടെ വന്നിരിക്കാനും, അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ഒരു മാങ്ങ പറിച്ച് ഉപ്പും മുളകും കൂട്ടി കഴിക്കാനൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പം നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചൂടാണ്. ഇപ്പം നോക്കിയേ, എനിക്ക് ചൂട് കാരണം എൻ്റെ കണ്ണിങ്ങനെ ഞാൻ പകുതി അടച്ചാ പിടിച്ചിരിക്കുക. എനിക്ക് തുറന്നിങ്ങനെ വെച്ച് നോക്കാൻ പോലും പറ്റില്ല, അത്ര ചൂടുണ്ട്. ഈ ചൂടെല്ലാം കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും ഇങ്ങനെ ഒരു മാവും മരങ്ങളും കൃഷിയൊക്കെ കാണുന്നത് ഭയങ്കര രസമാണ്. ഇതിനപ്പുറത്ത് കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് കാണുന്നതൊക്കെ ഭയങ്കര രസമാണ്. നൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ കിടന്നുറങ്ങുന്നതിനേക്കാളും എനിക്കിഷ്ടം ഈ ഇവിടെ കിടന്നുറങ്ങാനാണ്. ഒരു ദിവസം ഞാൻ വേണമെങ്കിൽ അത് വീഡിയോ ആക്കി കാണിച്ചു തരാം കേട്ടോ. നൈറ്റ് ഇവിടെ നമ്മൾ കൊതുകിൻ്റെ ശല്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കൊതുകുവല ഇട്ടിട്ട് ഇവിടെ കിടന്നുറങ്ങും. കൊതുകുവല എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ മാത്രമേ കൊതുകുവല വെക്കാറുള്ളൂ, അല്ലാതെ ചുമ്മാ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഉറങ്ങാതെ നല്ല ഉറക്കങ്ങ് വരുന്ന സമയത്ത് കൊതുകുവല എടുത്ത് വെക്കും. അതുവരെ കൊതുകുവലയൊന്നും ഇല്ലാതെ ചെറിയൊരു ബെഡൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു ചെറിയ ലൈറ്റൊക്കെ കത്തിച്ച് അങ്ങനെ ഇവിടെ കിടന്നുറങ്ങാൻ ഭയങ്കര രസമാണ്. ഞങ്ങളുടെ വീട്ടിലെ മിക്ക എല്ലാവരും ഉള്ള സമയത്ത് അവരും ഒക്കെ ഇവിടെ വന്ന് ഒരുമിച്ച് ഞങ്ങളെല്ലാം കൂടെ ഇവിടെ കിടന്നുണ്ടോ. അത്ര രസം ഇവിടെ. എന്താ പറഞ്ഞു വരുന്നത്, ഇവളെന്താ ഈ പറയുന്നതെന്നൊക്കെയാണ് നോക്കിയിരിക്കുന്നെങ്കിൽ, ഈ നമുക്ക് നമ്മുടെ വീടിൻ്റെ എല്ലാ സ്ഥലങ്ങളും നല്ലതൊക്കെ തന്നെയാണ് അല്ലേ, പക്ഷെ നമുക്ക് കുറച്ച് പോസിറ്റീവ് വൈബ് തരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഇരിക്കാൻ ആഗ്രഹിക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഇരിക്കാറില്ല. നമ്മളെപ്പോഴും പോയി അവിടെ ഇരിക്കുമോ? ഇല്ല. നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഇരിക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങളും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളില്ലേ, ചിലത് പറയും എൻ്റെ കെട്ടിനെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ബാത്റൂമിലാണെന്ന് പറയും. അവർക്കത് പോസിറ്റീവ് വൈബ് കൊടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. എന്തായാലും അങ്ങനെ ഉണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഓരോ സ്ഥലങ്ങൾ ഇഷ്ടമാണ്, നമ്മൾ അവിടെ പോയിരിക്കുന്നു. ഇപ്പം എനിക്കിവിടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പോസിറ്റീവായിട്ട് ഒരു വൈബ് തരുന്ന ആളുകളെ കൂടെ ചേർത്ത് നിർത്തുക. അല്ലാത്തതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. നമ്മൾ ഈ ചെറിയ മരങ്ങൾ ബഡ് ചെയ്ത് നിർത്തൂലേ, ബഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ചെറിയ മരമായിരിക്കും. ആ മരത്തിനെ ബഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഉള്ള ശിഖരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇത് മാത്രം കിളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കും. ബാക്കിയുള്ള മരത്തിൻ്റെ ശിഖരങ്ങളെല്ലാം വെട്ടിക്കളയും, ബ്രാഞ്ചസ് എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഈ സ്പെഷ്യലായിട്ട് വെക്കുന്ന സാധനം അത് മാത്രം വെച്ചാണ്, അങ്ങനെയാണ് അത് ബഡ് ചെയ്തെടുക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിലും കുറേ ബന്ധങ്ങളുണ്ടാവും അല്ലേ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് വൈബ് തരുന്ന എന്തൊക്കെയാണോ അതിനെയൊക്കെ കട്ട് ചെയ്ത് കളയണം എന്ന് പറയുമ്പോൾ നമ്മളോർക്കും നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ കുടുംബത്ത്, നമ്മുടെ അടുത്ത് അയൽപക്കം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഇതൊക്കെ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം നമുക്ക് നെഗറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സഹായിക്കാതെ നമ്മളെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞ് തള്ളിമറിച്ച് നമ്മളെ പറഞ്ഞ് മോശം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെന്താണെന്ന് മനസ്സിലാക്കാതെ, നമ്മുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാതെ എന്ത് കണ്ടാലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം, അങ്ങനെയുള്ള ആളുകളായിരിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് അതൊന്നും അങ്ങനെയുള്ള ആളുകളെ ചിലരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ. കട്ട് ചെയ്ത് കളയാന്ന് പറയുന്നത് പറ്റില്ല. നമ്മുടെ കുടുംബത്തുള്ള എല്ലാവരെയും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റൂല. പക്ഷെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റും. അവരെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റും, ഒഴിവാക്കി നിർത്താൻ പറ്റും. അതിനെയൊന്നും മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ പറ്റും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് സംസാരിച്ചു, ഇങ്ങനെയുള്ള ഒരു കാര്യം സംസാരിച്ചു. ഞാൻ പറഞ്ഞത് നമ്മുടെ സമൂഹം ഇങ്ങനെയാണ്, ഓക്കെ. ഇനി മുമ്പോട്ട് പോകുമ്പോഴും ഈ സമൂഹത്തിൽ ഇതൊക്കെ കേൾക്കേണ്ടി വരും. നമ്മൾ കേൾക്കേണ്ടി വരുമ്പോൾ നമ്മളതിനെതിരെ പ്രതിരോധിക്കണം, ഓക്കെ. നമുക്കെല്ലാവരെയും തിരുത്താൻ സാധിക്കില്ല എന്നുള്ളത് സത്യമാണ്. നമ്മളെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ എല്ലാം മൂടിക്കെട്ടാൻ നമുക്ക് പറ്റത്തില്ല. ഒരു പരിധിവരെയൊക്കെ സാധിക്കുമെങ്കിലും ഫുള്ളായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കുന്നതാണെങ്കിൽ ഏറ്റവും ബെറ്ററായ കാര്യം. ഒരു പരിധിക്ക് എത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ കുറച്ചൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്ത് വിടണം. നമ്മുടെ ഉള്ളിലേക്ക് ഒന്നിനെ എടുക്കരുത്. നമ്മളീ പറയുന്ന ഒരാൾ നമ്മളെ
അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിയമപരമായ കാര്യങ്ങളൊക്കെ മറ്റൊന്നാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ആ കേൾക്കുന്ന വ്യക്തിയിൽ ആഴത്തിൽ പതിയുന്ന തരത്തിലൊരു മുറിവുണ്ടാകുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കറിയത്തില്ല, ഇങ്ങനൊരു കാര്യം അറിയില്ല. അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും മോശം പറയുമ്പോൾ അവരത് കേൾക്കുന്നത് മുഴുവൻ ഉള്ളിലേക്ക് എടുക്കുന്നു. പക്ഷേ അവർക്കെതിരെ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു എന്ന് വെച്ചു. തിരിച്ചു പറഞ്ഞാൽ തന്നെ അവർ പറഞ്ഞ ചില വാക്കുകൾ നമ്മുടെ ആഴത്തിൽ മുറിപ്പെടുത്തും. അങ്ങനെ ആഴത്തിൽ മുറിപ്പെടുത്തുന്ന വാക്കുകളുമായിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ ജീവിക്കും. അതൊക്കെയാണ് നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയാം. അപ്പം അങ്ങനെ ആഴത്തിൽ മുറിപ്പെടുത്തുന്ന വാക്കുകളുമായിട്ട് ആജീവനാന്ത കാലം നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള വാക്കുകളൊക്കെ ആ കേട്ട ഭാഗത്ത് തന്നെ അപ്പോൾ തന്നെ അത് കളയണം. എന്നിട്ട് നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുള്ളൂ. കാരണം ചില വാക്കുകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ എടുത്തിട്ട് അകത്ത് കിടന്ന് അതിങ്ങനെ നമ്മളെ തകർത്തുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ള വാക്കുകളെ കേൾക്കുമ്പോൾ തന്നെ ഇഗ്നോർ ചെയ്യാനും കേൾക്കുമ്പോൾ തന്നെ അതിനെയൊക്കെ അകത്തേക്ക് എടുക്കാതിരിക്കാനും ശ്രമിക്കണം. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യണം. നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ ബന്ധങ്ങളും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളതല്ല, അല്ലെങ്കിൽ അവർക്കും നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളതല്ല. നമ്മുടെ സൗഹൃദങ്ങൾ, എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചില സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളെ മാത്രം ബാധിക്കും ചിലപ്പോൾ, അല്ലേ? അവർ നമ്മളെ ഒഴിവാക്കി പോകുമ്പോൾ എന്തുകൊണ്ടാണ് അവർ നമ്മളെ ഒഴിവാക്കി പോയത് എന്ന് നമ്മൾ ചിന്തിക്കും. ശരിക്കും പറഞ്ഞാൽ അവർക്ക് മുമ്പോട്ട് വളർച്ചയിൽ നമ്മളെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അവർ ഒഴിവാക്കട്ടെ, അത് നല്ലത് തന്നെയാണ്. അവർക്കത് നല്ലതാണെങ്കിൽ ഓക്കെ. നമ്മളും നമ്മുടെ വളർച്ചയിൽ നല്ലതല്ലാത്ത എല്ലാ സൗഹൃദങ്ങളെയും നമ്മൾ ഒഴിവാക്കും. അത് വളരെ നല്ല കാര്യമാണ്. അപ്പം നമ്മുടെ ഭാഗത്ത് നമ്മൾ ഒഴിവാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെയും പലരും ഒഴിവാക്കിയേക്കാം. അതുകൊണ്ട് നമ്മളെയും ഒഴിവാക്കുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. നമുക്ക് ഒഴിവാക്കാനുള്ള ചോയ്സ് ഉള്ളതുപോലെ അവർക്ക് നമ്മളെ ഒഴിവാക്കാൻ ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ടോക്സിസിറ്റി ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ അവരുടെ സൗഹൃദത്തെ അവരുടെ വളർച്ചയിൽ കൊള്ളില്ല എന്ന് വിചാരിച്ച് നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ മാറി നിൽക്കണം. ഓക്കെ, അതൊരു കാര്യമാണ്. ഇത് മാത്രമല്ല പറയാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യത്തിൽ സംസാരിക്കാനുണ്ട്. ഇനി വരും വീഡിയോകളിലൊക്കെ ഇതിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് എല്ലാ ദിവസവും ഞാൻ 12 മണിക്ക് ശേഷം ലൈവ് വരാറുണ്ട്. പറ്റുന്നതിലെല്ലാം ലൈവ് വരണം. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുന്നതും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇഷ്ടപ്പെട്ടാൽ ചെയ്താൽ മതി കേട്ടോ. ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. ഞാൻ അങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ നിർബന്ധിച്ചൊന്നും ആരെയും ചെയ്തിട്ട് നാളെ ഈ വീഡിയോ വരുമ്പോൾ നിങ്ങളുടെ ഓളി വരുമ്പോൾ അയ്യോ എന്ന് തോന്നരുത്. ശരിക്കും ഈ വീഡിയോയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പൊന്ന് എനിക്കൊന്നും കാണാൻ വേല. കാരണം നല്ല വെയിൽ കാരണം എൻ്റെ കണ്ണ് ബ്ലറായിട്ടായിരിക്കണം. ക്യാമറ എവിടെ ഇരിക്കുന്നോ, ഫോണിരിക്കുന്നോ, ഫോണിൻ്റെ അകത്തോട്ട് നോക്കിയിട്ട് ഒരു സാധനം എനിക്ക് കാണത്തില്ല. എങ്കിലും നിങ്ങളോട് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താ ഞാൻ പറഞ്ഞത്? ഇത്രയും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് പറ്റാത്ത എല്ലാത്തിനെയും ഉപേക്ഷിക്കുക. അത് എന്ത് തന്നെയായാലും ഉപേക്ഷിക്കുക. എന്നാ പെരയ്ക്ക് മുകളിൽ വളരുന്ന സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും വെട്ടിക്കളയണം. അതുപോലെ അങ്ങനെയുള്ള ബന്ധങ്ങളെ ഒഴിവാക്കുക. നന്നായി മുമ്പോട്ട് പോകാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് കഴിയട്ടെ. അത്രയൊക്കെ ഉള്ളൂ.